ന്യൂസ് 18 കേരളം ബ്രാൻഡ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ദ ലെഗസി ബ്രാൻഡ് എക്സലൻസ് അവാർഡ് SLK ഫുഡ് പ്രോസസിംഗിന് ലഭിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ബംഗാൾ ഗവർണർ ആനന്ദ ബോസാണ് പുരസ്കാരം സമ്മാനിച്ചത്. തത്സമയം ദർശകർക്ക് ഹിസ് എക്സലൻസി ഡോക്ടർ CV ആനന്ദ ബോസ് ഈ ചടങ്ങിനെ ഇത്രയും പ്രൗഢഗംഭീരമാക്കിയ അദ്ദേഹത്തിനുള്ള ഉപഹാരം സമർപ്പിക്കാൻ നെറ്റ്വർക്ക് 18 കോണ്ടന്റ് ഓഫീസർ ശ്രീ സന്തോഷ് രാമചന്ദ്ര മേനോനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ അതിഥി ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ ഗവർണർ ഹിസ് എക്സലൻസി ഡോക്ടർ CV ആനന്ദ ബോസ് അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിനെ സംസാരിക്കുവാനായി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ന്യൂസ് 18 സൗത്ത് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ എഡിറ്റർ ശ്രീ വിവേക് നാരായൺ, അവാർഡ് ജേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിന്റെ ഭാരവാഹികളെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരു വലിയ ഭയത്തോടു കൂടിയാണ് ഞാൻ ആ സ്റ്റേജിൽ ഇരുന്നത്. ധാരാളം ക്യാമറകൾ മുന്നിൽ നിൽക്കുന്നു. എനിക്ക് ക്യാമറയെ ഭയപ്പെടാനുള്ളൊരു കാരണമുണ്ട്. ഗവർണറായതിനു ശേഷം ധാരാളം ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ കൽക്കട്ടയിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു അന്തർദേശീയ സമ്മേളനം, ഡോക്ടർമാരുടെ സമ്മേളനമാണ്. അവിടെ ഒരാളുടെ കയ്യിൽ ഒരു AI ക്യാമറയുണ്ട്. അപ്പം അതിൽ വെച്ച് ഒരാളെ ഏത് രീതിയിൽ വേണേലും ഫോട്ടോ എടുക്കാം. എന്റെ ഫോട്ടോ എടുത്തു. കണ്ടാൽ എൻ്റെ മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന ഒരു രൂപമാണ് എനിക്ക് തന്നത്. ഞാനിത് എൻ്റെ ഭാര്യയെ കാണിച്ചു അഭിമാനത്തോടു കൂടി. ഭാര്യ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയാ, മച്ച് ബെറ്റർ ദാൻ ദ ഒറിജിനൽ. അതുകൊണ്ട് എനിക്ക് ക്യാമറക്കാരെ പേടിയാണ്. ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്കൊരു പുതിയ ആശയം തന്നു. ബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അത് ഈ ഗവർണർമാരെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു രീതി കൂടി തുടങ്ങിയാൽ കൊള്ളാം എന്നെനിക്കൊരു നിർദ്ദേശമുണ്ട്. കാരണം ഞാൻ ചെല്ലുമ്പോൾ പലരും ഇതെന്തൊരു ഗവർണർ എന്ന് ചോദിക്കും. അതൊരു ബ്രാൻഡിങ്. രണ്ടാമത്തെ ബ്രാൻഡിങ്, ഗവർണർ ഇങ്ങനെയാണോ, അത് രണ്ടാമത്തെ ബ്രാൻഡ്. മൂന്നാമത്തെ ബ്രാൻഡ്, ഗവർണറായ ഇങ്ങനെ വേണം. അപ്പൊ എന്നെ ഏത് ബ്രാൻഡിലെങ്കിലും ഒന്ന് ബ്രാൻഡ് ചെയ്ത് തരണം എന്നൊരു അഭ്യർത്ഥന ആദ്യമായിട്ട് നടത്തുകയാണ്. നമുക്കറിയാം, വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ ജനാധിപത്യ യുഗത്തിൽ ജനാധിപത്യത്തിന്റെ ജിഹ്വയാണ്. ജനാധിപത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പുലിറ്റ്സർ പറഞ്ഞത്, അവർ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് പ്രസ് വിൽ റൈസ് ഓർ ഫോൾ ടുഗദർ. അവർ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് പ്രസ് വിൽ റൈസ് ഓർ ഫോൾ ടുഗദർ. ശരിയല്ലേ? ഫാക്ട് ഈസ് സീക്രട്ട്, കമൻസ് ആർ ഫ്രീ എന്ന അടിസ്ഥാന മന്ത്രം വളരെ പ്രസക്തമാണ് ഇന്നും എന്ന് നമുക്കറിയാം. ജെഫേഴ്സൺ ഒരിക്കൽ പറഞ്ഞു, ഇഫ് ദ ചോയ്സ് ഇസ് ബിറ്റ്വീൻ എ നേഷൻ, എ ഗവൺമെന്റ് വിതൗട്ട് ദ പ്രസ് ആൻഡ് എ പ്രസ് വിതൗട്ട് എ ഗവൺമെന്റ്, ഐ വിൽ ഓപ്റ്റ് ഫോർ ദ ലാറ്റർ. ഐ വാണ്ട് ദ പ്രസ് വിതൗട്ട് എ ഗവൺമെന്റ്. അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ അടുത്ത കാലത്ത് നാം വായിച്ചു, അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ മാർപ്പാപ്പ ഒരു പ്രത്യേക കാൻഡിഡേറ്റിന്റെ പേര് പറഞ്ഞ് നിർദ്ദേശിച്ചു എന്ന ഒരു വാർത്ത വന്നു. ഒടുവിൽ മാർപ്പാപ്പ തന്നെ തന്റെ സെക്രട്ടറിയായ കർദിനാളിനെ കൊണ്ട് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി, ഞങ്ങൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടേ ഇല്ല എന്ന് നിഷേധിക്കേണ്ടി വന്നു. അതുപോലെ സിമില ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം, വളരെ പരിണതപ്രജ്ഞനായ ഒരു രാജ്യതന്ത്രജ്ഞനാണ് പൂട്ടോ എങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പല പല അഭിപ്രായ ഭിന്നതകളും ചില പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം സിംലയിൽ വന്ന് ഇറങ്ങിയപ്പോൾ
ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു. പലരും പല ചോദ്യങ്ങളും ചോദിച്ചു. അത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചും രാജ്യതന്ത്രജ്ഞതയെക്കുറിച്ചും വിദേശകാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചോദിച്ചത്. ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, സിംലയിലെ നൈറ്റ് ക്ലബ്ബുകളെ കുറിച്ച് അങ്ങ് എന്ത് പറയുന്നു? നിസ്സഹായനായ അദ്ദേഹം സിംലയിൽ നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ടോ? പിറ്റേന്ന് പത്രത്തിൽ അടിച്ചു വന്നത് പൂട്ടോ ഇറങ്ങിയ ഉടനെ ചോദിച്ചത് ഇവിടെ നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ടോ എന്നാണ്. ഇതാണ് പത്രധർമ്മത്തിന്റെ പല രീതിയിലുള്ള വ്യതിയാനങ്ങൾ. നമുക്കറിയാം, വാർത്ത ഒന്നാണ്. നാം ന്യൂസ് 18 കാണുന്നതും മറ്റു ചാനലുകളിൽ കാണുന്നതും പിറ്റേന്ന് പത്രങ്ങൾ അടിച്ചു വരുന്നത് വാർത്ത എന്നാണ്. പക്ഷെ വാർത്ത കൊണ്ട് എത്തിക്കുന്ന രീതി പലതാണ്. സംഭ്രമജനകമായ വാർത്തയുണ്ടാക്കുക, സെൻസേഷനലൈസ് ചെയ്യുക. ചിലർ സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ഈ സത്യവും അസത്യവും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇതിന്റെ വളരെ ലളിതമായൊരു നിർവചനം, യോറുബ വംശക്കാരിലെ നൈജീരിയയിലെ യോറുബ വംശം, ഗോത്രവർഗം, അവരുടെ ഒരു കഥയുണ്ട്. സത്യവും അസത്യവും കൂടപ്പുറപ്പുകളാണ്. ഒരിക്കൽ അസത്യം സത്യത്തോട് ചോദിച്ചു, നമുക്ക് 6 നീന്തിക്കിടക്കാം. ഒരു ഫ്രണ്ട്ലി കണ്ടസ്റ്റ്, ഒരു സൗഹൃദ മത്സരം. ഇപ്പൊ ബീഹാർ നടക്കുന്ന പോലെ ഒരു സൗഹൃദ മത്സരം. സമ്മതിച്ചു. സത്യം ആറ്റുതീരത്ത് വന്നു, വസ്ത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി നേരെ ചാടി നീന്തി മുമ്പോട്ട് പോയി. അസത്യം എന്ത് ചെയ്തു? അസത്യം ഈ തക്കം നോക്കി സത്യത്തിന്റെ മനോഹരമായ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അണിഞ്ഞ് സത്യമാണെന്ന് വ്യാജേന ഞെളിഞ്ഞ് പട്ടണത്തിലേക്ക് ചെന്നു. പട്ടണവാസികൾ സത്യമാണ് വരുന്നത് എന്ന് കരുതി അദ്ദേഹത്തെ സ്വീകരിച്ചു. മാലയിട്ടു, ആർപ്പ് വിളിച്ചു. ആലവട്ടവും വെഞ്ചാവരും ഒക്കെ വീശി അദ്ദേഹത്തെ സ്വീകരണം. ഇതിനിടയിൽ സത്യം നീന്തൽ കഴിഞ്ഞെത്തി. നോക്കിയപ്പോൾ തീരത്ത് തന്റെ വസ്ത്രങ്ങൾ കാണുന്നില്ല. ആകെയുള്ള അസത്യത്തിന്റെ വസ്ത്രങ്ങളാണ്. സത്യം തീരുമാനിച്ച് എന്ത് തന്നെയായിരുന്നാലും ഞാൻ അസത്യത്തിന്റെ വസ്ത്രം ഇടാൻ പോകുന്നില്ല. അങ്ങനെ സത്യം വസ്ത്രമില്ലാതെ പട്ടണത്തിലേക്ക്, അങ്ങനെ നഗ്നസത്യം എന്നുള്ള പദപ്രയോഗം ഉണ്ടായത്. ഈ നഗ്നസത്യത്തെ നോക്കി ആളുകൾ കൂക്കി വിളിച്ചു, കല്ലെറിഞ്ഞു, അവരെ ആട്ടി ഓടിച്ചു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അസത്യമാണ് സത്യത്തിന്റെ വേഷം ഇട്ടുകൊണ്ട് വന്നതെന്ന്. അതുകൊണ്ടാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞത്, വെൻ ട്രൂത്ത് പുട്സ് ഓൺ ദ ഷൂസ് ലൈവ് വുഡ് ഹാവ് ട്രാവൽ ഹാഫ് ദ റൗണ്ട് ദ വേൾഡ്. ശരിയല്ലേ? അത് അപ്പോൾ ഒരു മാധ്യമ ധർമ്മം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, സത്യം സത്യമായി, പൂർണ്ണ സത്യം സത്യമേ പറയൂ, പൂർണ്ണമായ സത്യം ബോധിപ്പിക്കുക. അതാണ് പത്രപ്രവർത്തനം എന്ന് ഞാൻ എഴുതിയ വ്യക്തിയാണ് ഞാൻ. നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും വിജയിക്കാൻ വേണ്ടി അസത്യം പറയുക എന്നത് ധർമ്മത്തിന്റെ തന്നെ ഭാഷയാണെന്ന് പറയാറുണ്ട്, ഭാഷ്യമാണെന്ന്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. മഹാഭാരത യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയം ദ്രോണാചാര്യർ കൗരവപ്പടയുടെ സാരഥ്യമേറ്റെടുത്തു. അസ്ത്രവൈദ്യത്തിന്റെ അത്ഭുത ശക്തികൾ കാട്ടിക്കൊണ്ട് ആ വൃദ്ധബ്രാഹ്മണൻ കടൽക്കളത്തിൽ ജ്വലിച്ചു നിന്ന് പൊരുതിയപ്പോൾ പാണ്ഡവരുടെ ഉന്മൂലനാശം അടുത്തു എന്ന ഘട്ടമെത്തി. എന്തു ചെയ്യാൻ കഴിയും? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ദ്രോണാചാര്യരെ ആയോധന വിദ്യയിൽ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടുമാവില്ല. അർജുനനെ കൊണ്ടാവില്ല, കർണനെ കൊണ്ടാവില്ല. അർജുനനും കർണനും ഒന്നിച്ചു നിന്നാലും ആവില്ല. പിന്നെന്ത് ചെയ്യും? ദ്രോണർ സ്വയം ആയുധം ഉപേക്ഷിക്കണം. അതിനെന്താണ് ഒരു മാർഗം? കള്ളകൃഷ്ണൻ പറഞ്ഞു കൊടുത്തു, തന്റെ ഓമനപുത്രനായ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേട്ടാൽ ദ്രോണാചാര്യർ ആയുധം ഉപേക്ഷിക്കും. ഇത് കേട്ട മാത്രയിൽ ഭീമസേനൻ ഒരു ആനയെ, അശ്വത്ഥാമാവ് എന്നൊരാനെ ഗത കൊണ്ട് അടിച്ചു വന്നു. എന്നിട്ട് പടക്കളത്തിൽ പറഞ്ഞു പരത്തി, അശ്വത്ഥാമ മരിച്ചു വന്നു. ഈ വാർത്ത അച്ഛനായ ദ്രോണരുടെ ചെവിയിലെത്തി. എങ്കിലും യുദ്ധമല്ലേ, സത്യമെന്തെന്നറിയാൻ വേണ്ടി തന്റെ വത്സല ശിഷ്യനായ സാക്ഷാൽ ധർമ്മപുത്രരുടെ അടുത്ത് എന്ന് ചോദിച്ചു, അശ്വത്ഥാമ മരിച്ചു എന്ന് കേൾക്കുന്നത് ശരിയാണോ? ധർമ്മേന്ദ്രന്റെ മകനായ ധർമ്മപുത്രർ, സാക്ഷാൽ ധർമ്മത്തിന്റെ ആൾരൂപമായ ധർമ്മപുത്രർ, അദ്ദേഹം തന്റെ ഗുരുനാഥന്റെ മുഖത്ത് നോക്കി യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി പറഞ്ഞു, അശ്വത്ഥാമാഹത കുഞ്ചര. അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് ദ്രോണർ കേൾക്ക ഉറക്കുകയും അശ്വത്ഥാമാവ് എന്ന ആന എന്നാരും കേൾക്കാതെ പതുക്കുകയും. ദ്രോണാചാര്യരുടെ കയ്യിൽ നിന്നും ആയുധം നിലംപതിച്ചു. ഒപ്പം ധർമ്മയുദ്ധത്തിന്റെ വേദിയിൽ വെച്ച് ധർമ്മവും നിലംപതിച്ചു. അങ്ങനെ നോക്കുമ്പോൾ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർ ധർമ്മച്യുതിയുടെ പടുകുഴിയിലേക്ക് ആണ്ടുപോയില്ലെങ്കിലേ അർപ്പമുള്ളൂ.
അവിടെയാണ് പത്രധർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. സത്യം സത്യമായി പറയുക, സത്യം മാത്രം പറയുക, സത്യം പൂർണ്ണമായി പറയുക. ഇതിനുള്ള കഴിവ് മാധ്യമങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 ആളുകൾ കാണുന്നത്. നിങ്ങൾ പറയുന്ന വാർത്തയും മറ്റുള്ളവർ പറയുന്ന വാർത്തയും ഒന്ന് തന്നെയാണ്, പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. സോക്രട്ടീസിനോട് ഒരു പയ്യൻ ചോദിച്ചു, ഒരു യുവാവ്, ആഥൻസ് എങ്ങനെയുണ്ട്? സോക്രട്ടീസ് ഒരു കാര്യത്തിനും നേരിട്ട് മറുപടി പറയില്ല. നിങ്ങൾക്ക് കാറ്റക്കിസം. മറുചോദ്യം അങ്ങോട്ട് ചെയ്തു, നിങ്ങൾ ഇവിടെ നിന്ന് വരുന്നു? ഞാൻ ക്രീറ്റിൽ നിന്ന് വരുന്നു. ക്രീറ്റ് എങ്ങനെയുണ്ട്? വൃത്തികെട്ട സ്ഥലം, ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്ന ക്രൂരന്മാര്, സ്വാർത്ഥന്മാര്, ഒരു നരകം, ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ക്രീറ്റാണ്. സോക്രട്ടീസ് പറഞ്ഞു, ഈ ആഥൻസും അതുപോലെ തന്നെ. പിന്നീട് ഒരു യുവാവെന്ന് ചോദിച്ചു, സർ ആഥൻസ് എങ്ങനെയുണ്ട്? മറുചോദ്യം, നിങ്ങളിവിടെ നിന്ന് വരുന്നു? ഞാൻ ക്രീറ്റിൽ നിന്ന് വരുന്നു. ക്രീറ്റ് എങ്ങനെയുണ്ട്? നല്ല സ്ഥലം സാർ, ദൈവത്തിന്റെ സ്വന്തം നാട്, ആ സ്നേഹമുള്ള മനുഷ്യരെല്ലാവരും വിശ്വസിക്കാം, സഹായിക്കാം. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗം ഇവിടമാണ്, ഇവിടമാണ്, ഇവിടെ മാത്രം എന്ന് ദിവാനികാസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ യുവാവ് പറഞ്ഞു. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, ക്രീറ്റും അങ്ങനെ തന്നെ, അല്ല ആഥൻസും അങ്ങനെ തന്നെ. ആഥൻസിന് മാറ്റമില്ല. ആഥൻസ് അങ്ങനെ തന്നെ നിൽക്കുന്നു. കാഴ്ചപ്പാടിനാണ് മാറ്റം, വാർത്തയ്ക്ക് മാറ്റമില്ല. വാർത്ത അങ്ങനെ തന്നെ നിൽക്കുന്നു, കാഴ്ചപ്പാടിനാണ് മാറ്റം. നിങ്ങളുടെ കാഴ്ചപ്പാട് നന്നായതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ കാണുന്നത്. അത് മനസ്സിലാക്കി. കാഴ്ചപ്പാട് വ്യത്യസ്തമായി കഴിഞ്ഞാൽ, സത്യത്തിന് നേരെ കണ്ണടച്ചാൽ സംഭവിക്കാൻ പോണതാണ്. ഇനി രംഗം ഞാൻ ബൈബിളിലേക്ക് മാറ്റുകയാണ്. ബൈബിളിൽ നസ്രയനായ യേശുദേവൻ, അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഗവർണർ പീലാത്തോസിന്റെ കോടതി, കൈഫാചാര്യൻ ഹന്നാസ് അവരൊരുക്കി നിർത്തിയ കള്ളസാക്ഷികൾ യേശുദേവനെതിരെ മൊഴി നൽകുന്നു. ഇവൻ യൂതന്മാരുടെ രാജാവാണെന്ന് അവകാശപ്പെട്ടു. ഇവൻ കൈസർക്ക് കപ്പം കൊടുക്കട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ അഹാമഹാമേയ ആരോപണങ്ങൾ ഒന്നൊന്നായി യേശുദേവനെതിരെ തൊടുത്തു വിടുകയാണ്. അപ്പോൾ നീതിമാനായ പീലാത്തോസിനൊരു സംശയം, സത്യം എന്താണ്? ഇതിനെ അനശ്വരമാക്കിക്കൊണ്ട് ഫ്രാൻസിസ് ബേക്കണിന്റെ പ്രസിദ്ധമായ ഉപന്യാസത്തിൽ പറയുന്നു, വാട്ട് ഈസ് ട്രൂത്ത്? വാട്ട് ഈസ് ട്രൂത്ത് ആസ്ക്ഡ് ജസ്റ്റിംഗ് പൈലറ്റ് ആൻഡ് വുഡ് നോട്ട് വെയിറ്റ് ഫോർ ആൻ ആൻസർ. സത്യമെന്തെന്ന് യേശുദേവനിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഗവർണർ സത്യം തന്റെ മുഖത്ത് വിസ്ഫോടനം ചെയ്ത വേളയിൽ സത്യത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് പീലാത്തോസ് പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇതാണ് സത്യത്തിന്റെ വഴി. സത്യത്തിന്റെ വഴി ഇതാണ്. സത്യം സ്വന്തം മുഖത്ത് വിസ്ഫോടനം ചെയ്യുന്ന സമയത്ത് പോലും നീതി ലഭിക്കണമെന്ന് നാം കരുതുന്നവരുടെ കയ്യിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള വേളയിലാണ് പുലിറ്റ്സർ പറഞ്ഞതുപോലെ, അവർ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് പ്രസ്